ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനുമായുള്ള ചർച്ചകൾ സമയം പാഴാക്കലാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാന്റെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്ര ഇറാഖി നഗരമായ നജാഫിലെത്തി. ജമാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജമാൽ, എന്തായാലും ഈ വെടിനിർത്തൽ സമയം അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും ഒരു യുദ്ധത്തിലേക്കുള്ള സാധ്യതയാണോ ഈ ട്രംപ് വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കൂടുതൽ അരക്ഷിതാവസ്ഥ പടർത്തി ഗൾഫ് മേഖലയിലും അതുപോലെ ഇറാൻ അമേരിക്ക യുദ്ധം വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ വെടിനിർത്തൽ കാലാവധിയിലെ കരാർ അവസാനിച്ച സാഹചര്യത്തിൽ ട്രംപ് കൂടുതൽ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ഇതിന്റെ ഭാഗമായി ഉണ്ടായ മറ്റൊരു നീക്കം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഖത്തറിലും കുവൈത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കുവൈത്തിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ നിരവധി കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ, ഖത്തറിന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗദി എണ്ണ ടാങ്കറായ വിദിയാൻ, അതുപോലെ തന്നെ ഖത്തർ ഗ്യാസ് ടാങ്കറായ അൽ റുഖയാത്ത് എന്നിവയ്ക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി GCC രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുവൈത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കുവൈത്തിലെ വൈദ്യുതി ചില ലൈനുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റൈനിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം വ്യാപകമാകുന്നത് ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആശങ്കയിലാക്കുകയാണ്. അതേസമയം ഇറാനിൽ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇതിനൊക്കെ ഈ സാഹചര്യത്തിലിടയിലാണ്, അല്ലെങ്കിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ഈ അമേരിക്കയുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ വരുന്നത്. യുദ്ധം വീണ്ടും രൂക്ഷമാകുമോ അല്ലെങ്കിൽ വീണ്ടും ഇത് സജീവമാകുമോ എന്ന ആശങ്ക പൊതുവിൽ ഗൾഫ് രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ട്. സമാധാനത്തിന്റെ വഴി ഇനിയും അകലെയാണെന്ന് എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയാനാക്കുന്നത്. ശരി, പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ജമാലാണ് വിവരങ്ങൾ നൽകിയത്.